നമുക്ക് ഇന്നലെ പറഞ്ഞ് അവസാനിപ്പിച്ചെടുത്ത് തന്നെ തുടങ്ങാം. ഇന്ത്യയുടെ രൂപയുടെ മൂല്യം കൂടുകയാണോ കുറയുകയാണോ? ഉത്തരം മാത്രമേ ഉള്ളൂ, കുറയുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു മഹാരാജ്യം, നമ്മുടെ എക്സ്പോർട്ട് അല്ലെങ്കിൽ എക്സ്പോർട്ട് ഇമ്പോർട്ട് കാര്യത്തിൽ നല്ല നില നിൽക്കുന്ന ഒരു രാജ്യമാണ്. നമുക്ക് ഈ സാധനങ്ങൾ, ഇലക്ട്രോണിക്സ് ഐറ്റംസ്, അതുപോലെ ഗോൾഡ്, അത് കണക്കിന് വേറെ എണ്ണ കാര്യങ്ങളെല്ലാം വാങ്ങിക്കണമെങ്കിൽ നമുക്ക് പൈസ വേണം. നമുക്ക് പൈസ ഡോളർ ആക്കണം. ഡോളർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സാധനം വാങ്ങിക്കാൻ പറ്റൂ. ഇൻ കേസ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഈ സാധനങ്ങളുടെ വില കൂടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഈ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയുള്ള പൈസ അല്ലെങ്കിൽ ഡോളർ നമുക്ക് കിട്ടാതാവും. പക്ഷേ നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതിനെക്കാട്ടി കൂടുതൽ പൈസ നമ്മൾ കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെയാണ് ഇന്നലെ കണ്ട വേറൊരു വീഡിയോ ഉണ്ട് പെട്രോളിൻ്റെ. എന്നുവെച്ചാൽ നമ്മളിട്ട വീഡിയോയിൽ തന്നെ വന്ന കമൻറ്റാണ്, 55 രൂപയായിരുന്നല്ലോ ബ്രോ, എന്തുകൊണ്ട് കേരളത്തിൻ്റെ വാറ്റ് കുറയ്ക്കുന്നില്ല, അല്ലെ കേരളത്തിൻ്റെ സിസ് അല്ലെ അത് കുറയ്ക്കുന്നില്ല എന്ന് പറഞ്ഞ്. എന്തുകൊണ്ടാണ് ഈ പെട്രോൾ GST കൊണ്ടുവരാത്തത്? GST കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെയും അതുപോലെ തന്നെ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന സംസ്ഥാനങ്ങൾക്കും വലിയൊരു ഖജനാവിൽ നിന്ന് കിട്ടുന്ന ഒരു നിധീനെ പുറത്താക്കുന്ന പോലെയാണ്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൽ നിന്നാണ് ഭൂട്ടാൻ, ശ്രീലങ്ക എന്ന് പറയുന്ന രാജ്യങ്ങൾക്ക് പെട്രോൾ സപ്ലൈ ചെയ്യുന്നത്. ആ സപ്ലൈ ചെയ്യുന്ന രാജ്യങ്ങൾ അവിടെയുള്ള ജനങ്ങൾക്ക് ഈ സാധനം കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും 65 അല്ലെങ്കിൽ 75 രൂപയിലാണ്. കാരണം എന്താണ്? അവിടുത്തെ ഈ ഒരു പെട്രോളിന് അല്ലെങ്കിൽ അവിടുത്തെ കാര്യത്തിന് അവർ നികുതി വാങ്ങിക്കുന്നില്ല. നികുതി കുറവാണ്. നികുതി കുറഞ്ഞാൽ ഇന്ത്യയുടെ പെട്രോൾ കുറയും. ഇപ്പം ക്രൂഡ് ഓയിലിൻ്റെ വില കൂടി നിൽക്കുമ്പോഴും ക്രൂഡ് ഓയിലിൻ്റെ വില കുറയുമ്പോഴും ഇതിനൊന്നും മാറ്റമില്ല. പെട്രോളിൻ്റെ ഒരു മാറ്റമില്ല, സെയിം വില തന്നെ. അപ്പോൾ ഇതിനെന്താണ് പറയുന്നത്? ഇന്നലെ